മന്നത്ത് പത്മനാഭൻ നായർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തെ കേരള ചരിത്രവും കേരളത്തിലെ ആബാല വൃദ്ധം ജനങ്ങളും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. NSS ആസ്ഥാനത്ത് മന്നത്തിൻ്റെ സമാധി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു സ്മാരകമുണ്ട്. അവിടെ എല്ലാ ആളുകൾക്കും പ്രവേശനമുണ്ട്. ജാതിഭേദ വ്യത്യാസമന്യേ ആളുകൾ അവിടെ പോയി പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന പുണ്യ സ്ഥലമാണ് സമാധി സ്ഥലം എന്നതും നമുക്ക് വ്യക്തമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ ഒരു മന്നം സ്മാരകം പണിതുയർത്തി. അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ നേതാക്കളും ഉപരാഷ്ട്രപതിയും അക്കൂട്ടത്തിലുണ്ട് എന്നാണ് വിമർശനങ്ങൾ വരുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രം നമുക്കെടുക്കാം. സുരേഷ് ഗോപി പറഞ്ഞ വിമർശനം NSS ആസ്ഥാനത്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് തിട്ടൂരം കൊടുക്കണം, ചില ആളുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ NSS സമാധി അവിടെ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ സുരേഷ് ഗോപി കേരളത്തിലെ NSSൻ്റെ G. സുകുമാരൻ നായരെ ഉന്നം വച്ച് ആക്ഷേപിച്ചു. അടച്ചാക്ഷേപിച്ചു എന്നല്ല, സുകുമാരൻ നായരുടെ കരണക്കുറ്റിക്കിട്ട് കിട്ടുന്നത് പോലെ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിമർശനം. ആ വിമർശനത്തിന് കാര്യമുണ്ട്. കാരണം സുരേഷ് ഗോപിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. സുരേഷ് ഗോപിയെ NSS ആസ്ഥാനത്ത് നിന്നും ഇറക്കി വിട്ടതിൻ്റെ കലിപ്പാണ് സുരേഷ് ഗോപി ഡൽഹിയിലങ്ങ് തീർത്തത്. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഇതിന് മറുപടി പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ. ഇതിന് മറുപടി പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന നായർ സമുദായവും BJPക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഇനിയും മുന്നോട്ട്, അതായത് 3-ൽ നിന്ന് 30-ലേക്ക് വളരണമെങ്കിൽ നായർ സമുദായത്തിൻ്റെ വോട്ട് അത്യന്താപേക്ഷിതമാണ്. സുരേഷ് ഗോപിക്ക് എന്തും വിളിച്ചു പറയാം. അദ്ദേഹം വിടുവാ പറയുകയാണെന്ന് ജനം വേണമെങ്കിൽ എടുത്തുകൊള്ളുകയും ചെയ്യും. പക്ഷെ പാർട്ടിക്ക് അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, NSSനെ കുറിച്ച് ചില ആളുകൾ പലതും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ G. സുകുമാരൻ നായരുടെ പക്ഷത്താണ് ഞങ്ങളുള്ളത്. പാർട്ടി G. സുകുമാരൻ നായർക്കൊപ്പമാണ്, സുരേഷ് ഗോപിക്ക് ഒപ്പമല്ല എന്നാണ് അതിൻ്റെ ആന്തരിക അർത്ഥം. BJP സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റ ഉടനെ തന്നെ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് എല്ലാവിധ പിന്തുണയും എല്ലാ പ്രോത്സാഹനവും നൽകുന്നത് G. സുകുമാരൻ നായരാണെന്ന് അദ്ദേഹം പറഞ്ഞ് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രസകരമായ ഒരു സംഭവം, സുരേഷ് ഗോപിയെ പണ്ട് K. സുരേന്ദ്രൻ പഞ്ഞിക്കിട്ടിരുന്നു, K. സുരേന്ദ്രൻ അകറ്റി നിർത്തിയിരുന്നു. ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർജിയും ഒക്കെ വലിയ സൗഹൃദത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ വലിയ സൗഹൃദത്തിലായിരുന്നു ഇവർ പെരുമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപി ഒരു വലിയ തലവേദനയാണ്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. നമുക്കറിയാം, ഒരു നിവേദനം കൊണ്ടുകൊടുത്ത വന്ധ്യവയോധികനെ ആട്ടിപ്പായിച്ച സുരേഷ് ഗോപി, പിന്നെ പലപ്പോഴും ട്രോളുകളിൽ വരുന്ന വീഡിയോകളാണ്, കണ്ടാൽ ശരി വരും. സുരേഷ് ഗോപിയെ ഇത്രമാത്രം വലിച്ചുകീറി ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മളും ചിന്തിച്ചു പോകും. പക്ഷെ സുരേഷ് ഗോപി 2 സ്കൂൾ കുട്ടികൾ കൊണ്ടുകൊടുത്ത നിവേദനം പോലും കൈകൊണ്ട് തൊടാതെ അവരെ അകറ്റി നിർത്തിയത് കാണുമ്പോൾ സുരേഷ് ഗോപി ജനകീയനല്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷ സമുദായമായ NSS നായർ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറിയായ G. സുകുമാരൻ നായർക്കെതിരെ പരസ്യ വിമർശനവുമായി ഡൽഹിയിൽ സുരേഷ് ഗോപി മൈക്കെടുത്ത് 4 വാക്ക് പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ BJPയുടെയോ രാജ്യം ഭരിക്കുന്ന BJPയുടെയോ അഭിപ്രായമല്ല, അത് വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ G. സുകുമാരൻ നായർ മറുപടി പറഞ്ഞു. G. സുകുമാരൻ നായർ പറഞ്ഞു, NSS ആസ്ഥാനത്തേക്ക് ആർക്കും കടന്നു വരാം. സുരേഷ് ഗോപി എന്ന ബജറ്റ് സമ്മേളനത്തിലേക്കാണ് ഇടിച്ചു കയറാൻ നോക്കിയത്. അതുകൊണ്ടാണ് അയാളെ പുറത്ത് ഇറക്കി വിട്ടത്. അല്ലാതെ മന്നം സമാധിയിലേക്ക് വന്ന ആളുകളെ ആരെയും തടയാൻ NSS ഇതുവരെ ശ്രമിച്ചിട്ടില്ല, ഇനിയൊട്ട് ശ്രമിക്കുകയുമില്ല എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതിന് കാരണവും അദ്ദേഹം നിരത്തുന്നു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷാ പരിശോധനകൾ, അതുപോലെ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന, അവിടെ പവിത്രമായ ഒരു സ്ഥലത്ത് ഡോഗ് സ്ക്വാഡൊക്കെ കയറി പരിശോധിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് NSSന്റെ G. സുകുമാരൻ നായരുടെ പക്ഷം. എന്നാൽ എത്രയോ സ്ഥലങ്ങളിൽ, പരിപാവനമായ പല സ്ഥലങ്ങളിലും വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ, VVIPകളൊക്കെ വരുമ്പോൾ അവരുടെ സുരക്ഷയെ പ്രമാണിച്ച്, അവരുടെ മാത്രമല്ല, അവിടെ എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ സാധാരണക്കാരും ഈ അത്യാഹിതങ്ങളിൽ പെട്ടുപോകും. അതുകൊണ്ട് സുരക്ഷയുടെ ഭാഗമായി ഡോഗ് സ്ക്വാഡും പോലീസുമൊക്കെ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ്.
സ്വാഭാവികമാണ്. ആ പരിശോധനകൾ പവിത്രത നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് അത്തരം ആളുകളെ, ചില VVIPകളെ അങ്ങോട്ട് കയറ്റാത്തത് എന്നാണ് ജി സുകുമാരൻ നായരുടെ വാദം. ഏതായാലും നായർ സമുദായത്തെ പ്രീണിപ്പിക്കാൻ ജി സുകുമാരൻ നായർക്ക് ജയ് വിളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും ജി സുകുമാരൻ നായരെ വലിച്ചു കീറിയൊട്ടിച്ച് മുൻകാല പക തീർത്ത് സുരേഷ് ഗോപിയും രംഗത്തെത്തിയിട്ടുണ്ട്. അത് BJPക്കുള്ളിലെ തമ്മിലടിയാണ്, സുരേഷ് ഗോപിയെ ഒതുക്കുക എന്ന അജണ്ടയാണ് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്ക് മറ്റെവിടെയും പോകേണ്ടതില്ല.